ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രേഡ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ വെനസ്ഡേ എടുത്തിട്ടുള്ള ഒരു ട്രേഡായിരുന്നു. വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. പ്രീവിയസ് ഡേയിലെ ഭയങ്കരമായ കൺസൾട്ടേഷന് ശേഷവും ഒരു ബുള്ളിഷ് വ്യൂയിലായിരുന്നു മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്തത്. ഒരു ചെറിയ ഗ്യാപ്പിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ ഒരു ബെയറിഷ് ക്യാൻഡിലായിരുന്നു. ദെൻ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പുഷ് ചെയ്യുകയും അവിടെ ആ ഓപ്പണിംഗ് ക്യാൻഡിലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തു. ആ ബ്രേക്ക് ഔട്ടിലായിരുന്നു നമ്മൾ ലോങ് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത്. താഴെ നിന്ന് പുഷ് ചെയ്ത് വന്നപ്പോൾ ഭയങ്കരമായിട്ട് മൊമെൻ്റ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതും ഒരു ഒരു ഓപ്ഷൻ ബയേഴ്സിനൊരു ട്രാപ്പായിരുന്നു. ബട്ട് പ്രീവിയസ് ഡേയിലെ ഒരു കൺസൾട്ടേഷനേക്കാൾ വളരെ ചെറിയ റേഞ്ചിലായിരുന്നു ഒരു കൺസൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 10 മണിക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്തു. അതിനുശേഷം 3 മണി 3:30 ഫുൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത നേരെ ആ ചെറിയൊരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് കൺസൾട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്തതിനു ശേഷം നല്ലൊരു മൊമെൻറ്റത്തിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുകയും പിന്നീട് എക്സ്പയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ തീറ്റ ഡേക്കയുടെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുകയും പിന്നീട് ഒരു 3 മണി ആ ടൈം ആയപ്പോഴത്തേക്ക് SL ഹിറ്റ് ചെയ്യുകയും ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങുകയും ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ ലോസ് തന്നെയായിരുന്നു 589 rupees ആയിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഓരോ ലോസസും ഓരോ ലെസൺസാണ്. ഈ ഒരു 3 ട്രേഡിലൂടെ തന്നെ ഞാൻ ഒരുപാട് ലെസൺസ് ഞാൻ ഗെയിൻ ചെയ്തു. ഈ ലൈവ് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ലെസൺസും ഞാൻ ട്രേഡ് ജേണലായിട്ട് നോട്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറ്റിയ മിസ്റ്റേക്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് ന്യൂ ലെസൺസ് ലേൺ ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമ്മുടെ ട്രേഡിങ് ജേണി. നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2.6 ആയിരുന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ 48,000 CE ആയിരുന്നു ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആൻ ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ്. അധികം ബിഗിനേഴ്സുകാരും സാധാരണ ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് ഒന്നും ചൂസ് ചെയ്യാറില്ല. ബട്ട് ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ മണി ആൻഡ് ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്ക് പ്രൈസൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസിൽ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ആ ഫാസ്റ്റായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൈസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. സോ അപ്പോൾ ആ ഇമോഷനെ കൺട്രോൾ ചെയ്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്തത്. യൂഷ്വലി ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഫിയർ ആൻഡ് ഗ്രീഡ്, ഈ 2 ഇമോഷൻസാണ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുക. ഈ ഇമോഷൻസ് ഒരു പരിധി വരെയൊക്കെ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളൊരു സക്സസ്ഫുൾ ട്രേഡർ എന്നുള്ള ജേണിയിലോട്ടുള്ള ടാസ്ക് ഒരു പകുതി വരെ കംപ്ലീറ്റ് ആയാലേ നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് ടോട്ടലി ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഏത് പ്രൊഫഷണൽ ട്രേഡ് ആണെങ്കിലും അവർക്കും സംടൈംസ് ഇമോഷണൽ പ്രോബ്ലംസ് വരാറുണ്ട്. സോ ടോട്ടലി നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ്സ് ഗുഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇതുപോലെ തന്നെ നമ്മൾ അപ്കമിങ് ട്രേഡ്സ് എല്ലാം ഇതുപോലെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എവരിവൺ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.